നമസ്കാരം. മാനിഫോൾഡ് അച്ചീവേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഒരു ഗേറ്റ് കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? അവിടുത്തെ ഫാക്കൽറ്റി പാനൽ, പിന്നെ അവരുടെ പ്രീവിയസ് റിസൾട്ട് അല്ലെങ്കിൽ സക്സസ് റേറ്റ്, ക്വാളിറ്റി ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ അവർക്ക് ഓൺലൈൻ ടെസ്റ്റ് സീരീസ്, മോക്ക് എക്സാംസ് അതൊക്കെ ഉണ്ടോയെന്ന്, പിന്നെ മോഡ്, ഓൺലൈൻ മോഡാണോ ഓഫ്ലൈൻ മോഡാണോ, പിന്നെ അവരുടെ ലൊക്കേഷൻ, ഫ്ലെക്സിബിൾ ഫീ സ്ട്രക്ചർ, ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യണം വേണ്ടേ? ഈ ഫാക്ടേഴ്സ് എല്ലാം ഒത്തുചേർന്നത് കൊണ്ടാണ് മാനിഫോൾഡ് കേരളത്തിലെ നമ്പർ 1 ഗേറ്റ് കോച്ചിങ് സെൻറ്റർ ആയത്. ഇന്ന് മാനിഫോൾഡ് അച്ചീവേഴ്സ് ടോക്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് മോഹസിൻ അബ്ദുൾ ഷുക്കൂറിനെയാണ്. മോഹസിൻ മാനിഫോൾഡിൻ്റെ ഗേറ്റ് 2024 EC ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. മോഹസിൻ്റെ IIT അഡ്മിഷൻ കൺഫേം ആയിരിക്കുകയാണ്. മോഹസിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മോഹസിൻ ആൻഡ് കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഏത് IIT-ലാണ് അഡ്മിഷൻ കൺഫേം ആയിരിക്കണമെന്ന് പറയുമോ? IIT ബോംബെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് എല്ലാം സപ്പോർട്ട് ചെയ്ത ഫാമിലിനെ പറ്റിയും സ്കൂള് പിന്നെ BTech പഠിച്ച കോളേജിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ വല്യുമ്മയുണ്ട്, പിന്നെ എൻ്റെ ഇക്കയും വാപ്പയും പുറത്താണ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പഠിച്ചത്. ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങല്ലൂർ തന്നെ. കോളേജ് SCMS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അത് കറുകുറ്റിയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണോ മാനിഫോൾഡിനെ പറ്റി കേട്ടത്? അല്ല, ആദ്യം ഗേറ്റ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു പഠിക്കുന്ന സമയത്ത്. പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഒരു കോച്ചിങ് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഇൻ്റർനെറ്റിൽ തപ്പി അങ്ങനെ മാനിഫോൾഡ് കണ്ടു. ഓക്കെ. അപ്പോൾ മാനിഫോൾഡിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ കോഴ്സ് സമയത്ത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്നൊക്കെ ഒന്ന് പറയുമോ? ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു 2-2.5 മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടും. ക്ലാസ് തീർന്നതിന് ശേഷം ഒരു രാവിലെ 3 മണിക്കൂർ, വൈകുന്നേരം 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഡിസംബറിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട് ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് മോഹസിൻ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ. ഇപ്പോൾ ക്ലാസ്സസ് കഴിഞ്ഞ് റിവിഷൻ ടൈം ആ സമയത്തൊക്കെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരുന്നോ? എങ്ങനെയായിരുന്നു? മാനിഫോൾഡിൻ്റെ തന്നെ ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഞാൻ വേറെ കവർ ചെയ്ത് അങ്ങനെ നീങ്ങിപ്പോയി. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസും പിന്നെ ഓൺലൈനായിട്ടുള്ള ടെസ്റ്റ് സീരീസ്, മോക്ക് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, അത് അറ്റംപ്റ്റ് ചെയ്തു. അത് എത്രമാത്രം ഹെൽപ്ഫുള്ളായിരുന്നു? നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എനിക്കൊരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ സോൾവ് ആയി ഉണ്ടായി. അപ്പോൾ എക്സാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അല്ലേ? അതല്ലാതെ ഫാക്കൽറ്റി പറഞ്ഞ എന്തൊക്കെ ടിപ്സാണ് മോഹസിന് ഫോളോ ചെയ്യാൻ പറ്റിയത്? അപ്പോൾ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ജൂനിയേഴ്സിനും അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ. ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ഷോർട്ട് നോട്ട്സ് എഴുതുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഷോർട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തും അങ്ങനെയൊക്കെയാണ് നീങ്ങിയിരുന്നത്. പക്ഷേ സ്വന്തമായി ഷോർട്ട് നോട്ട്സ് എഴുതിയതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ജൂനിയേഴ്സിന് കൊടുക്കാനുള്ള മെയിൻ ടിപ്പ് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി IIT കഴിഞ്ഞിട്ട് MTech കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? എന്തെങ്കിലും ഐഡിയ ആയിട്ടുണ്ടോ? വലിയ ഐഡിയ ഇല്ല എങ്കിലും ഗേറ്റ് എഴുതുന്നത് തന്നെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ജോബിന് വേണ്ടിയിട്ടായിരുന്നു. MTech വഴി അതിൽ കൂടെ ലഭിക്കുന്നു. ഓക്കെ. അപ്പോൾ മനസ്സിലുള്ള പ്ലാനുകളെല്ലാം നടക്കട്ടെ. ഗോഡ് ബ്ലെസ്.